ഫ്രണ്ട്സ് എല്ലാവർക്കും ഹൈ റേഞ്ച് ഡയറീസിലേക്ക് സ്വാഗതം. നമുക്കൊരു മിക്സർ ഉണ്ടാക്കിയാലോ? വൈകുന്നേരമൊക്കെ 4 മണിക്കൊക്കെ ചായയുടെ കൂടെ കഴിക്കാനായിട്ട് ഒരു മിക്സർ ഉണ്ടാക്കാം. ഇപ്പം മഴക്കാലമല്ലേ, എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ കുറിക്കാനൊക്കെ ആയിട്ട് നമുക്ക് കടയിൽ നിന്നും വാങ്ങേണ്ട കാര്യമില്ല. നമുക്ക് ഇതേപോലെ ഉണ്ടാക്കി മിക്സറൊക്കെ 4 മണിക്കൊക്കെ കഴിക്കാനൊക്കെ മഴക്കാലം ആകുമ്പോൾ നമുക്ക് എന്തെങ്കിലുമൊക്കെ എപ്പോഴൊക്കെ തിന്നുകൊണ്ടിരിക്കണമെന്ന് തോന്നും. അപ്പോൾ നമുക്ക് കുറച്ച് മിക്സർ ഉണ്ടാക്കി നോക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിതാ ഇതിന് 1 കപ്പ് കടലമാവ് എടുത്തിട്ടുണ്ട് കേട്ടോ. 1 കപ്പ് കടലമാവ് എടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ ഇതിന് ഒരു 1/2 കപ്പ് ഞാൻ അരിപ്പൊടിയും കൂടെ എടുക്കുവാണ് കേട്ടോ. ഇതിലൊരു 1/2 കപ്പ് അരിപ്പൊടിയും കൂടെ ഞാൻ ഇതിലേക്ക് ഇടുവാണ്. പിന്നെ നമുക്ക് വേണ്ടത് ഉപ്പാണ് കേട്ടോ. ഉപ്പ് വേണം. നമുക്ക് കുറച്ച് ഉപ്പ് ചേർക്കാം കേട്ടോ. നിങ്ങളുടെ ആവശ്യത്തിന് ഉപ്പ് ചേർക്കുക. ഉപ്പ് കുറച്ച് ചേർത്തു. പിന്നെ നമുക്ക് അല്പം കളറിന് വേണ്ടിയിട്ട് അല്പം മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം കേട്ടോ. നിങ്ങൾക്ക് കളർ ചേർക്കണമെന്നുണ്ടെങ്കിൽ കളർ ചേർക്കാം. മഞ്ഞൾപ്പൊടി മതി. ഞാൻ ഇതിലേക്ക് മഞ്ഞൾപ്പൊടിയാണ് കുറച്ച് ചേർക്കുന്നത് കേട്ടോ, ഒരു ചെറിയൊരു കളർ കിട്ടാൻ വേണ്ടിയിട്ട്. നിങ്ങൾക്ക് കളർ ചേർത്ത് നല്ല കളർഫുള്ളായിട്ടിരിക്കണമെങ്കിൽ നിങ്ങൾക്ക് കളർ ചേർക്കാം. ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ആദ്യം കൈ കൊണ്ട് കുഴയ്ക്കുന്നതാണ് കേട്ടോ എപ്പോഴും നല്ലത്. ഇതെല്ലാം കൂടി മിക്സ് ചെയ്തു. സാധാരണ നോർമൽ വാട്ടറായിട്ടുള്ളത്, സാധാരണ വെള്ളം നമുക്ക് കുറേശ്ശെ ഒഴിച്ച് കൊടുത്ത് നമുക്കിതൊന്ന് ഇളക്കി എടുക്കാം കേട്ടോ. രീതിയിൽ നമ്മൾ ചപ്പാത്തിക്കൊക്കെ പരത്തുന്ന ചപ്പാത്തിക്കൊക്കെ കുഴയ്ക്കുന്ന രീതിയിൽ അതേ രീതിയിൽ നമുക്ക് ഇതേപോലെ കുഴച്ചെടുക്കണം. നന്നായിട്ട് ഇതൊന്ന് ഇളക്കി കുഴച്ച് മിക്സ് ചെയ്തെടുക്കുക. ഇപ്പോഴും നമ്മൾ ഉപ്പൊക്കെ ആവശ്യത്തിനുണ്ടോ എന്ന് നോക്കണം കേട്ടോ. നമ്മളിത് ഉണ്ടാക്കുന്നതിന് മുമ്പേ ഉപ്പ് പോരാന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇച്ചിരി ഉപ്പും കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം ഇതിലേക്ക്. നന്നായിട്ട് ഇതൊന്ന് കുഴച്ചെടുക്കുക. അതിന് ശേഷം നമുക്ക് ഇതേപോലെ ഇടിയപ്പത്തിൻ്റെ അച്ചുണ്ട്, ഇതേപോലത്തെ ഇടിയപ്പം ഉണ്ടാക്കുന്ന ഇതുണ്ടല്ലോ അച്ചാർ, അതിനകത്തേക്ക് നമുക്ക് ഇത് കുറേശ്ശെ ഇട്ട് കൊടുത്ത് നമുക്കിതുണ്ടാക്കാം. ആദ്യം നമ്മൾ ചീനിച്ചട്ടി വെച്ച് ഇത് ഇത്രയും കുഴച്ചാൽ മതി കേട്ടോ. ചീനിച്ചട്ടി വെച്ച് നമുക്ക് ഒന്ന് തീ കത്തിച്ചിട്ട് നമുക്ക് എണ്ണ ഒഴിച്ച് കൊടുക്കാം കേട്ടോ. ഇതിലേക്ക് എണ്ണ ഒന്ന് ചൂടാവട്ടെ. ഞാൻ എണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഈ ഇടിയപ്പം ഉണ്ടാക്കുന്ന അച്ചിലേക്ക് നമുക്കിത് ഇട്ട് കൊടുക്കാം. ഇതിനകത്ത് ഇതേപോലത്തെ ചെറിയ ധാരമുള്ള ഇതാണ് ഇട്ടേക്കുന്നത്. അതിൻ്റെ അകത്തേക്ക് ഇട്ട് കൊടുത്തിട്ട് നമുക്കിത് എണ്ണ ചൂടാകുമ്പോഴത്തേക്ക് നമുക്കിതിലേക്ക് നമുക്ക് പിഴിഞ്ഞു കൊടുക്കാം കേട്ടോ. എണ്ണ ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് നമുക്കിതൊന്ന് പിഴിഞ്ഞൊഴിക്കാം. ഇതേപോലെ വട്ടത്തിൽ നമുക്കിതിങ്ങനെ ഒന്ന് പിഴിഞ്ഞ് ഒഴിക്കാം. ഇങ്ങനെ ഈ പരുവത്തിനായി കഴിയുമ്പോൾ നമ്മളിങ്ങനെ തവിയിട്ട് ഇങ്ങനെ നോക്കുമ്പോൾ ചെറുതായിട്ട് ഇങ്ങനെ ആയിട്ടുണ്ടല്ലോ. അപ്പോൾ അന്നേരം ഇതായി എന്നുള്ളതായി. അപ്പം നമ്മളിതൊന്ന് ഇങ്ങനെയൊന്ന് ഇടണം കേട്ടോ. ഇതായിട്ടുണ്ട്. വളരെ പെട്ടെന്നാകും കേട്ടോ. നമ്മൾ തീരെ കനം കുറച്ചല്ലേ നമ്മൾ എടുക്കുന്നത്. അപ്പോൾ ഇതായിട്ടുണ്ട്. ഇത് നമുക്കെടുത്ത് മാറ്റാം. അതേപോലെ മാറ്റിയിടുക. ഇനി അടുത്തത് നമുക്ക് എന്തോരം നിങ്ങൾ മാവ് കുഴച്ചിട്ടുണ്ടോ അതനുസരിച്ച് ഇനി അടുത്തതും കൂടെ നമുക്ക് ഇതേപോലെ വറുത്തെടുക്കാം കേട്ടോ. ഇതിൻ്റെ അകത്തേക്ക് ഇടുന്നത് നമ്മുടെ ചെറുപയറിൻ്റെ പരിപ്പാണ് കേട്ടോ. ചെറുപയറിൻ്റെ പരിപ്പ് ഒന്ന് കഴുകി വാല വെച്ചതാണ്. അത് നമ്മൾ ഇതിൻ്റെ അകത്തേക്ക് ഇട്ടൊന്ന് വറുത്ത് കോരി എടുക്കുകയാണ്. അതുപോലെ നിങ്ങളുടെ കയ്യിൽ പരിപ്പില്ലാന്നുണ്ടെന്നുണ്ടെങ്കിൽ ചെറുപയറായാലും മതി. ചെറുപയറാകുമ്പോഴത്തേക്കും തൊലിയോട് കൂടിയുള്ള ചെറുപയറാകുമ്പോഴത്തേക്കും അതൊന്ന് 2 മണിക്കൂർ നേരം അല്ല 1 മണിക്കൂർ നേരം ഒന്ന് കുതിർത്ത് വെച്ചതിന് ശേഷം വാല ഇട്ടതിന് ശേഷം ഇത് വാലയ്ക്ക് വെച്ച് വെള്ളം വന്ന് പോയതിന് ശേഷം നമുക്കിതിൻ്റെ അകത്തേക്ക് ഇട്ടൊന്ന് വറുത്ത് കോരി എടുക്കാം. അതാണ് ഞാൻ ഇതിൻ്റെ അകത്തേക്ക് ഇടുന്നത് കേട്ടോ. ചേർത്തതിന് ശേഷം ഞാൻ കുറച്ച് കരിയാപ്പില അതിൻ്റെ അകത്തേക്ക് ഇട്ട് വറുത്തെടുക്കുകയാണ് കേട്ടോ. നമുക്ക് കുറച്ച് കരിയാപ്പില ഇട്ട് കൊടുക്കാം. എന്തോരം കരിയാപ്പില വേണമെങ്കിലും ഇടാം കേട്ടോ. നിങ്ങൾ ഉണ്ടാക്കുന്നതിൻ്റെ അനുസരിച്ച് നിങ്ങൾക്ക് കരിയാപ്പില എത്ര വേണമെന്നുണ്ടെങ്കിലും ഇടാം. ഇങ്ങനെ കരിയാപ്പിലയും കൂടെ ഇട്ട് നമുക്ക് വറുത്തെടുക്കാം കേട്ടോ. ഇതേപോലെ നമ്മളിത് വറുത്ത് വെച്ചിട്ടുണ്ട്. ഇത് നമുക്കിങ്ങനെ ഒന്ന് പൊടിച്ച് കൊടുക്കണം.
ഇങ്ങനെ പൊടിച്ച് കൊടുക്കണം. മിക്സറിൻ്റെ വലിപ്പത്തിന് നമുക്ക് ഇതേപോലെ ഇങ്ങനെ പൊടിച്ച് കൊടുക്കാം. പിന്നെ ഞാനത് ഇതിൻ്റെ ഇത് കുഴച്ച് ബാലൻസ് നമുക്ക് ആ പാത്രത്തിൽ ഇങ്ങനെ പറ്റി പിടിച്ചിരിക്കുമല്ലോ, അതുകൊണ്ട് ഞാനിങ്ങനെ ചെറിയ ബോളായിട്ടുള്ളതും കൊണ്ട് ഞാൻ വറുത്തെടുത്തിട്ടുണ്ട്. പിന്നെ ചെറുപയർ പരിപ്പ് ഞാൻ ഇതേപോലെ ഈ പരുവത്തിന് ഞാൻ വറുത്തെടുത്തിട്ടുണ്ട്. കണ്ടോ, ഇതേപോലെ വറുത്തെടുത്തിട്ടുണ്ട്. കരിയാപ്പിലയുണ്ട്. ഇതെല്ലാം കൂടി ഇട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്താൽ മാത്രം മതി കേട്ടോ. ഇങ്ങനെ ഒന്ന് പൊടിച്ചെടുക്കാം. പതുക്കെ പൊടിച്ചെടുക്കണം കേട്ടോ. മിക്സ് ചെയ്യുമ്പോഴും ഇതേപോലെ നമ്മൾ പൊടിച്ചതിന് ശേഷം നമ്മൾ മിക്സ് ചെയ്യുമ്പോൾ പതുക്കെ ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുക്കാനേ പറ്റത്തുള്ളൂ. കാരണം ഇത് നന്നായിട്ട് പൊടിഞ്ഞു പോകുമല്ലോ, അതുകൊണ്ട്. നമുക്ക് പൊടിച്ച് ഇളക്കിയെടുക്കാം. ഇതേപോലെ നിങ്ങൾ ഇളക്കിയെടുക്കുക. നമുക്കിപ്പോൾ ഇപ്പം മഴക്കാലത്തൊക്കെ നമുക്കൊന്ന് കഴിക്കണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇതേപോലെ മിക്സർ ഉണ്ടാക്കി കഴിക്കാം. ഇല്ലെങ്കിൽ ഇപ്പോൾ ആരെങ്കിലുമൊക്കെ വരുമ്പോഴത്തേക്ക് നമുക്കിപ്പോൾ മിക്സർ ഇപ്പോൾ നമുക്ക് കടയിൽ നിന്ന് പോയി വാങ്ങേണ്ട കാര്യമൊന്നും ഇല്ലല്ലോ. നമുക്ക് ഇതേപോലെ മിക്സർ ഉണ്ടാക്കി നമുക്ക് അവർക്ക് കൊടുക്കുകയൊക്കെ ചെയ്യാം. കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടമാണല്ലോ. ഇപ്പോൾ ഈ മഴക്കാലമൊക്കെ ആകുമ്പോഴത്തേക്കും പിള്ളേർക്കും വലിയവർക്കും എല്ലാവർക്കും മിക്സറൊക്കെ കഴിക്കാൻ വളരെ ഇഷ്ടമാണല്ലോ. അപ്പോൾ അതുപോലെ ഇതുപോലെ ഉണ്ടാക്കി നോക്കുക. കുറച്ച് കടലമാവും അരിപ്പൊടിയും മാത്രം മതിയല്ലോ. പിന്നെ നിങ്ങൾക്ക് ഇതിൻ്റെ അകത്തേക്ക് നിലക്കടല വറുത്തിടണമെന്നുണ്ടെങ്കിൽ അങ്ങനെ വറുത്തൊക്കെ ചേർക്കാം കേട്ടോ. എന്തൊക്കെയാണ് നിങ്ങൾക്ക് ഇതിൻ്റെ കൂടെ വറുത്ത് ചേർക്കാൻ പറ്റുന്നത് അതൊക്കെ വറുത്ത് ചേർത്ത് മിക്സർ നമുക്ക് ഇതേപോലെ ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. നിങ്ങളെല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോകാതെ ഒന്ന് ചെയ്യാം കേട്ടോ. താങ്ക് യു.